കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ വന്യതിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരായ എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. റോമാലേഖനം 12-ാം അധ്യായം 1-ാമത്തെ വാക്യം നാം തുടർച്ചയായി ചിന്തിച്ചു വരികയാണല്ലോ. കഴിഞ്ഞ ദിവസം ആരാധനയും സ്തുതിയും സ്തോത്രവും തമ്മിലുള്ള ബന്ധം ഞാൻ പതിയെ വിശദീകരിച്ച് തുടങ്ങി. സ്തുതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിൻ്റെ വല്ലഭത്വത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. സകല സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കട്ടെ. 145-ാം സങ്കീർത്തനത്തിൽ ഉള്ളിലത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സകല ജഡവും അവൻ്റെ നാമത്തെ വാഴ്ത്തട്ടെ. 145-21 എൻ്റെ വായ് യഹോവയുടെ സ്തുതിയെ പ്രസ്താവിക്കും, സകല ജഡവും അവൻ്റെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. സകല ജഡവും മാത്രമല്ല, മനുഷ്യൻ മാത്രമല്ല, സകല സൃഷ്ടിയും അവൻ്റെ നാമത്തെ സ്തുതിക്കുക. 148-ാം സങ്കീർത്തനം നമ്മളത് വായിക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കണം. സ്തോത്രം. ദൈവത്തിൽ നന്മ അനുഭവിച്ചവർ ആ നന്മകളെ ധ്യാനിച്ച് സ്തോത്രം ചെയ്യണം. വകതിരിവും തിരിച്ചറിവുമില്ലാത്ത തിര്യക്കുകൾക്ക്, ജന്തുക്കൾക്ക്, ബുദ്ധിയും വിവേകവും പരിജ്ഞാനവും ഇല്ലാത്ത മൃഗജാലങ്ങൾക്കും മറ്റ് സൃഷ്ടിജാലങ്ങൾക്കുമൊന്നും ആ തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. നായ്ക്കൊക്കെ നന്ദി ഉണ്ടായിരിക്കും, നന്ദി എന്നുള്ളത് അവയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിയും. എന്നാൽ എല്ലാ ജീവികൾക്കും അതിനുള്ള കഴിവില്ല. എന്നാൽ മനുഷ്യന് ദൈവം നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ സ്തോത്രം ഉള്ള കഴിവ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ദൈവത്തോട് മാത്രമല്ല, മനുഷ്യനിൽ നിന്ന് ഉപകാരങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളപ്പോൾ ഒരു വാക്ക് നന്ദി പറയുന്നത് അവരുടെ ഹൃദയത്തിലൊരു കുളിർമയാണല്ലോ. ആരും അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ആ നന്ദി പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷവും ആ ബന്ധം ഒന്നും കൂടി ദൃഢമാകുകയും ചെയ്യുകയാണല്ലോ. അപ്പോൾ നന്ദി അർപ്പിക്കൽ അല്ലെങ്കിൽ സ്തോത്രം ചെയ്യൽ എന്ന് മനുഷ്യന് സ്തോത്രം കൊടുക്കുക എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ദൈവത്തിൻ്റേതായ ആ നിലയുണ്ട് സ്തോത്രം. എന്നാൽ താങ്ക്സ് ഗിവിങ് ഒരു വാക്യം നന്ദി പറയുന്നതിനകത്ത് തെറ്റില്ല. നമ്മൾ മലയാളികൾ പ്രധാനമായിട്ടും ഒന്ന് ചിരിച്ചങ്ങ് നിർത്തും. എന്നാൽ താങ്ക് യു എന്നൊന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ താങ്ക് യു ആകരുത്. വെറും ഒരർത്ഥ താങ്ക് യു അങ്ങനെ ആകരുത്. ഒരു കൊമേഴ്ഷ്യൽ താങ്ക് യു ആകരുത്. ഹൃദയപൂർവ്വമായിരിക്കണം. ഞാൻ മുൻപോട്ട് പോട്ടെ. അപ്പോൾ സ്തുതി, സ്തോത്രം, ആരാധന. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെ ഓർമ്മിപ്പിച്ചു. സ്തോത്രത്തിൻ്റെ പിന്നിൽ നന്ദി, സ്തുതിയുടെ പിന്നിൽ ദൈവത്തിൻ്റെ വല്ലഭത്വത്തെക്കുറിച്ചുള്ള ഉത്ബോധം, ദൈവത്തിൻ്റെ ദൈവത്വത്തെ ഓർത്തിട്ട് അവനെ സ്തുതിക്കുന്നു. സ്തോത്രം. എന്നാൽ ആരാധന പിന്നിലെ പ്രേരക ഘടകം ദൈവത്തോടുള്ള സ്നേഹമാണ്. സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും പിന്നിലുള്ള ബന്ധം സൃഷ്ടാവ്, സൃഷ്ടി, ബെനഫാക്ടർ, ബെനിഫിഷ്യറി, ഔദാര്യങ്ങൾ നൽകുന്ന ഒരു ഔദാര്യമാനസൻ, ഔദാര്യങ്ങൾ സ്വീകരിച്ച് ആ ഔദാര്യം അനുഭവിക്കുന്ന സ്വീകർത്താവ്, സ്തോത്രം, അത് സ്വീകരിച്ച വ്യക്തി. അപ്പോൾ ബെനഫാക്ടർ ആൻഡ് ബെനിഫിഷ്യറി, അതാണ് ബന്ധം. എന്നാൽ ആരാധന ബന്ധം അപ്പൻ മക്കൾ എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സ്തോത്രം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ആരാധന സ്തുതിയുണ്ടെങ്കിലും സ്തോത്രമുണ്ടെങ്കിലും അതിൽ സ്തുതിയിലും സ്തോത്രത്തിലും ആരാധന പൂർണ്ണമാകുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ആ സ്നേഹബന്ധമാണ് ദൈവം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ട, ഈ സ്നേഹമില്ലെങ്കിലും നമുക്ക് ആളുകൾക്കൊക്കെ കൊടുക്കാം, സ്നേഹമില്ലെങ്കിൽ കൊടുക്കാം. എന്നാൽ
കൊടുക്കാതെ സ്നേഹിക്കാൻ കഴിയില്ല. സ്തോത്രം. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഭിക്ഷക്കാരൻ കയറി വന്നു, ഒരു സഹായം ചോദിക്കുമ്പം ഒരു ശരീരത്തിൽ വളരെ മുറിവുകളും വ്രണങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചേ നമ്മളെങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ അവിടുന്ന് പെട്ടെന്നങ്ങ് വാർഡ് ഓഫ് ചെയ്യണം, ഒഴിവാക്കി വിടാൻ വേണ്ടി വേഗം 50 രൂപ കൊടുത്ത് നമ്മൾ ചിലപ്പോൾ ഒഴിവാക്കി വിടും. നമ്മൾ കൊടുത്തു, പക്ഷേ സ്നേഹമുണ്ടായിട്ടായിരിക്കില്ല കൊടുത്തത്. അവിടുന്ന് ആ വ്യക്തി അങ്ങ് ഒഴിച്ചു വിടാനായിട്ടായിരിക്കും കൊടുത്തത്. അത് ഞാൻ പറഞ്ഞത്, സ്നേഹമില്ലെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവൻ കൊടുക്കാതിരിക്കുകയില്ല, കൊടുക്കാതെ സ്നേഹിക്കുവാൻ കഴിയില്ല. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തന്നെ നമുക്ക് വേണ്ടി വഴിപാടും യാഗവുമായി ഏൽപ്പിച്ചു തന്നു. സ്തോത്രം. നമ്മളും ദൈവത്തെ സ്നേഹിച്ച് നമ്മെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ള വഴിപാടും യാഗവുമായി അർപ്പിച്ച് അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന ജീവിതമാണ് ആരാധന. അതാണല്ലോ നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പ്രത്യേകം നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. സ്തോത്രം. ക്രിസ്തു നമ്മെ സ്നേഹിച്ച് തന്നെ വഴിപാടും യാഗവുമായി അർപ്പിച്ചു. സ്തോത്രം. ഇതുപോലെ നോക്കണേ, തന്നെ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. പിന്നെയും നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെയാണ് ഇവിടെ ഭാര്യാഭർത്താക്കന്മാർ സ്നേഹിക്കേണ്ടതെന്ന് സാദൃശ്യത്തോടുകൂടി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. അതിൻ്റെ എഫേസ്യ ലേഖനം തന്നെ 5-ാമത്തെ 27-ാം വാക്യത്തിൽ, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എന്ത് ചെയ്തു? തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. തന്നെത്താൻ സഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു, സമർപ്പിച്ചു തരികയാണ്. അപ്പോൾ സ്നേഹനിമിത്തം ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, ഇതുപോലെ ദൈവത്തെ സ്നേഹിച്ച്, സ്തോത്രം, തന്നെത്താൻ ദൈവത്തിനായി യാഗമായി സമർപ്പിച്ചു തരുന്ന സമർപ്പിച്ചു കൊടുക്കുന്ന ആ ബന്ധമാണ് ആരാധന. അപ്പോൾ സ്തുതിയും സ്തോത്രവും എന്ന് പറയുന്നത് ശബ്ദത്തോടുകൂടി അർപ്പിക്കണമെങ്കിൽ, ഹൃദയപൂർവ്വം അർപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. ശബ്ദത്തോടെ അർപ്പിക്കണമെങ്കിൽ ഊമർക്ക് അത് കഴിയുകയില്ല. സംസാരിക്കാൻ ശേഷിയില്ലാത്തവർക്കത് കഴിയുകയില്ല. എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങളോ പ്രയാസങ്ങളോ ബലഹീനതയോ ഉണ്ടായിട്ട് നമുക്ക് സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വന്നാൽ നമുക്ക് ഉച്ചത്തിൽ അവനെ സ്തുതിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഹൃദയത്തിൽ നിന്ന് അവനെ സ്തുതിച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയും. നോക്കണേ, സ്തോത്രം. അപ്പോൾ സ്തുതിക്കുന്നതിന് ശാരീരിക ക്ഷമതയൊക്കെ ആവശ്യമുണ്ട്. തന്നെയല്ല, സ്തുതിക്കുന്നതിന് ശാരീരികക്ഷമത ആവശ്യമുണ്ടെങ്കിലും ആരാധിക്കുന്നതിന് ഇങ്ങനെ ശാരീരികമായ ക്ഷമതയൊന്നുമല്ല ആവശ്യം, നമ്മുടെ സമർപ്പണമാണ് ആവശ്യം. സ്തോത്രം. ഒരുവൻ ഒരു ഹ്യൂമൻ വെജിറ്റബിളായി, ഒരു ബലഹീനനായി, ശാരീരികക്ഷമതയൊന്നുമില്ലാതെ, ശരീരചലനമില്ലാതെ കിടക്കുകയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവന് ബോധമുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, സ്തോത്രം, അവൻ്റെ മുഴുവൻ ജീവിതവും ദൈവമഹത്വത്തിന്, ആ കഷ്ടകരമായ സാഹചര്യത്തിലായിരിക്കുമ്പോൾ പോലും അവൻ സന്തോഷവാനും സംതൃപ്തനായും പരാതിയില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അത് ദൈവത്തിന് മഹത്വമാണ്, ആരാധനയാണ്. അവൻ ആരാധകനാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വിശ്വസിക്കട്ടെ. അതേ, സ്തുതി സ്തോത്രങ്ങൾ അതിന് ശാരീരികക്ഷമത ആവശ്യമുണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഒരു ശാരീരികക്ഷമതയുമല്ല, ഹൃദയവും ജീവിതവും അവിടുത്തെ മഹത്വത്തിനായി കൊടുക്കണം. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടനം ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഒതുങ്ങത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടനം നമ്മളെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. കർത്താവ് അത്രയും നമുക്ക് നമുക്ക് തന്നത്. നമുക്കറിയാം, നമ്മൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആ അളവനുസരിച്ചാണ് കൊടുക്കുന്നത്. സ്നേഹത്തിൻ്റെ അളവനുസരിച്ചാണ് കൊടുക്കുന്നത്. ഞാൻ ഈ വിഷയം ഇങ്ങനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ ഓടി വന്നു. അബ്രഹാം, ഇസ്മായിൽ എന്ന് പറയുന്ന ദാസിയിൽ ഹാഗാറിലുണ്ടായൊരു മകനുണ്ടായിരുന്നു. അബ്രഹാമിന് അവനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ദാസിയെ മകനെ പുറത്താക്കുക എന്ന് സാറ പറഞ്ഞപ്പോൾ
അബ്രഹാമിന് അത് അനിഷ്ടമായി, തൻ്റെ മകൻ നിമിത്തം അവന് അനിഷ്ടമായി. മാത്രമല്ല ദൈവം അവനോട് പറയും, ദൈവം അവനോട് അബ്രഹാമിനോട് സംസാരിക്കുമ്പോൾ മീൻസ് നിനക്കൊരു മകനുണ്ടാകില്ല, ഇസ്മായിൽ നിൻ്റെ മുമ്പാകെ ജീവിച്ചിരുന്നാലും മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായിലിനോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിലും സ്തോത്രം, ഇസഹാക്കിനോടുള്ള സ്നേഹത്തിന് മുമ്പിൽ വരുമ്പോൾ ഇസ്മായിലിനോടുള്ള സ്നേഹം അത്രയും വലുതല്ല. പറഞ്ഞ് മാത്രമല്ല, അതുകൊണ്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 25-ാമത്തെ അധ്യായം വരുമ്പോൾ, ഉൽപ്പത്തി 25 വരുമ്പോൾ അബ്രഹാം വേറൊരു ഭാര്യയെ സ്വീകരിച്ചു. കെതൂറ എന്ന് പറയുന്നൊരു ഭാര്യയെ സ്വീകരിക്കുകയും ആ ഭാര്യയിൽ തനിക്ക് മക്കൾ ജനിക്കുകയും ചെയ്ത് നമ്മൾ വായിക്കുന്നുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അതിൽ 4-ാം വാക്യത്തിൽ 2-ാം ഭാഗം മുതൽ 5-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അബ്രഹാം കെതൂറായിലുള്ള മക്കൾക്കും വെപ്പാട്ടിയിൽ തനിക്കുള്ള മക്കൾക്കുമൊക്കെ ദാനങ്ങൾ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ഇസഹാക്കിന് തനിക്കുള്ളതൊക്കെയും കൊടുത്തു. 4-ാമത്തെ അതിൻ്റെ ഭാഗം. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. കണ്ടോ, ഇവർക്കൊക്കെ അവരോടൊക്കെ സ്നേഹമുണ്ട്, ഇസ്മായിലോടൊക്കെ സ്നേഹമുണ്ട്. പക്ഷേ കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്, കാര്യം സ്നേഹത്തിനൊരു പരിധിയുണ്ട്. എന്നാൽ ഇസഹാക്കിനെ കുറിച്ച് വരുമ്പോൾ തനിക്കുള്ളതൊക്കെയും വേണമെങ്കിൽ തന്നെ വേണ്ടി കൊടുക്കാമായിരുന്നു. സ്തോത്രം, തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ സ്തോത്രം അവസാനത്തുള്ള രക്തവും ഊറ്റിത്തന്ന് സ്നേഹിച്ചു. നമ്മളതൊക്കെ ചിലപ്പോൾ ഇച്ചിരി ഒരു ഗാനാത്മകമായ അവസാനത്തുള്ള രക്തവും എന്നൊക്കെ പറയുമെങ്കിലും പലപ്പോഴും നമ്മൾ അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളാറുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, അങ്ങനെയാകരുത്. അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തൻ്റെ ജീവനും അവസാനത്തുള്ള രക്തവും നമ്മുടെ പാപമോചനത്തിനും വീണ്ടെടുപ്പിനും വേണ്ടി ഏൽപ്പിച്ചു തന്നു. നമ്മൾ വായിച്ചല്ലോ, എഫേസ്യർ കണ്ടല്ലോ, ക്രിസ്തു സഭയെ സ്നേഹിച്ച് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ നാമും നമ്മളെത്ര കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. ചിലർ നന്ദി കൊണ്ട് സ്തോത്ര കാഴ്ചയിടും, പിന്നെ നന്ദി കൊണ്ട് കുറച്ച് നേരം സ്തുതിക്കും. എന്നാൽ ശ്രദ്ധിക്കണേ, അതുപോരാ. നമ്മളെ തന്നെ മുഴുവനും കർത്താവിനായി സമർപ്പിക്കണം. ദേഹവും ദേഹിയും ആത്മാവും മുഴുവാളത്വവും ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ള യാഗമായി സമർപ്പിച്ച് എന്ത് ചെയ്താലും അവൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് ആരാധന. അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്തുതിച്ചോടെ അടുത്തിരിക്കണമെന്നല്ല. ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഭൗമിക ചുമതലകളുണ്ട്. ആ ഭൗമിക ചുമതലകൾ നമ്മൾ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ അതിലൂടെ ദൈവനാമം മഹത്വമെടുക്കുവാൻ ഇടയായിത്തീരും. ദൈവനാമം മഹത്വമെടുക്കും. നിങ്ങളൊരു കൃഷിക്കാരനാണോ, നിങ്ങൾ കൃഷി ചെയ്യുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിനെന്ന പോലെ ചെയ്യണം. നിങ്ങളൊരു വ്യാപാരിയാണോ, നിങ്ങളുടെ കടയിൽ വരുന്ന ആളുകളോട് ഇടപെടുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തിന് ഉതകുന്ന നിലയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ അന്യായം ഒന്നും ചെയ്യാൻ ഒക്കുകയില്ലല്ലോ, അമിതലാഭം കൊള്ളലാഭം ഒന്നും എടുക്കാൻ കഴിയുകയില്ലല്ലോ. ന്യായമായത് മാത്രം സ്തോത്രത്തോടെ അനുഭവിക്കാൻ കഴിയുന്നത് മാത്രമേ നമ്മുടെ പോക്കറ്റിൽ വരാൻ പാടുള്ളൂ. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം നമ്മളെ തന്നെ അവനായിട്ട് സമർപ്പിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം, നമ്മൾ കണ്ടോ, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധി ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ശരീരം കർത്താവിന് വേണ്ടി. ചിലരൊക്കെ ചിന്തിക്കുക ശരീരം ഒന്നും പ്രധാനമല്ലെന്ന്. ശരീരം കൊണ്ട് എന്നെ കാണിച്ചാൽ വലിയ കുഴപ്പമില്ലെന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. നോ, ശരീരം ദൈവത്തിന് പ്രധാനമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുക നമ്മുടെ ശരീരത്തോട് ദൈവത്തിന് താല്പര്യമുണ്ട്. സ്തോത്രം. നിൻ്റെ മന്ദിരത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളയുന്നു എന്ന് തിരുവെഴുത്തിലുണ്ട്. എൻ്റെ ശരീരം, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ശരീരം അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. കർത്താവേ, ഈ ശരീരമാകുന്ന മന്ദിരത്തിൽ അങ്ങയ്ക്ക് താല്പര്യമുണ്ടല്ലോ, അങ്ങയ്ക്കിതിൽ എരിവുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ട് അങ്ങ് നിൻ്റെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. അതേ, ശരീരം ദൈവസന്നിധിയിൽ പ്രധാനമാണ്, ദൈവത്തിന് പ്രധാനമാണ്. ദേഹവും ദേഹിയും ആത്മാവും ദൈവമഹത്വത്തിന് സമർപ്പിച്ചിരിക്കണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വേഷം
നിങ്ങളുടെ അലങ്കാരങ്ങൾ, സ്തോത്രം, അത് ദൈവനാമത്തിന് മഹത്വം വരുത്തുന്നതും മാത്രമേ ആകാൻ പാടുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടത്, ഒരു സെക്കുലർ ബുക്കാണ്. ആ സെക്കുലർ ബുക്ക് വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടത്, യുവർ ഡ്രസ് സ്പീക്സ് അബൌട്ട് യുവർ സെൽഫ് എന്ന്. നിങ്ങൾ എന്ത് വേഷം ധരിക്കുന്നുവോ അത് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ സംസാര രീതി, ദ ടോൺ ഓഫ് യുവർ ടോക്ക്, നിങ്ങളുടെ സംസാരിക്കുന്ന ആ ടോണ് നിങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. അദ്ദേഹം അതിനകത്ത് പിന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ നടക്കുന്ന ആ വിധം, ദ വേ യു വാക്ക്, ആ നടക്കുന്ന ആ വിധം പോലും നിങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതെ, നമ്മുടെ ശരീരം കണ്ടാൽ, നമ്മുടെ വേഷം കണ്ടാൽ നമ്മൾ ഭക്തരായ ദൈവമക്കളാണെന്നും നമ്മുടെ ശരീരം ദൈവത്തിന് മഹത്വത്തിനായി യാഗമായി കൊടുത്തതാണെന്നും എല്ലാവർക്കും ബോധ്യമാകത്തക്ക നിലയിൽ നമ്മൾ ജീവിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അവന് പ്രസാദമായി യാഗമായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ആട്ടെ, അപ്പോൾ സ്തുതിയും സ്തോത്രവും ആരാധനയും നമ്മളുടെ ബന്ധമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരാധന, സ്തുതി, സ്തോത്രമുണ്ട്. ചിലപ്പോൾ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. എൻ്റെ ഒരു പ്രിയ സ്നേഹിതൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ഈ സ്തുതിയും ആരാധനയും ഏതാണ്ട് ദീർഘദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് ഒരു വിദേശ രാജ്യത്ത് ഈ വിഷയം ഞാൻ നിങ്ങൾ ക്ലാസ്സായിട്ട് എടുത്ത് അത് അദ്ദേഹം യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബ്രദറെ, അതെനിക്കൊരു ഉൾക്കാഴ്ച തരുന്നതായിരുന്നു. അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ താമസിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം നിൽക്കുന്ന അനുഗ്രഹീതനായ ഒരു ദൈവ ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ ഭാര്യയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ശ്രമം നടത്തി. പക്ഷേ ഒരു രക്ഷയില്ല. സ്തുതി ആരാധന, സ്തുതിക്കുന്ന ആരാധന സ്തുതിയുണ്ട്, അത് എന്തോ വ്യത്യാസം. ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭാര്യയ്ക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ബുദ്ധി ഫ്ലാഷ് ചെയ്തു. ദൈവം അവർക്ക് 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്. 2 ആൺമക്കളുണ്ട്. മിടുമിടുക്കന്മാരായ ആൺമക്കളാണ്. അവർ അവധിക്കാലമായതുകൊണ്ട് 2 പേരും അവരുടെ പഠന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ അവർക്ക് വേണ്ടി വൈകിട്ട് എന്തോ സ്പെഷ്യലായിട്ട് ഒരു പുഡിങ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അടുക്കളയിൽ. ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടും പിടി കിട്ടുന്നില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ മക്കളെ വിളിച്ചു. മക്കളെ വിളിച്ചപ്പം അവർ ഓടി വന്നു. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ വളരെ അധ്വാനിച്ചു, വളരെ കഷ്ടപ്പെട്ടു. നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ നന്മയ്ക്കൊക്കെ നിൻ്റെ അധ്വാനം വളരെ ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ 2 പേരും ജോലി ചെയ്തിരുന്നപ്പോൾ 2 പേരും ജോലിക്ക് പോയിച്ച് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്ന ഉടനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തേച്ച് പത്രവും എടുത്തുകൊണ്ട് ഞാൻ ചാരിക്കിടന്ന് വായിക്കാൻ തുടങ്ങും. നീ വേഗം ഓടി നിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വേഗം ഒന്ന് ഷവർ ചെയ്തേച്ച് ഓടി വന്ന് അടുക്കളയിൽ വന്ന് പെട്ടെന്നൊരു ചായയൊക്കെ ഇട്ടുകൊണ്ട് എനിക്ക് കൊണ്ടുവന്നൊരു. അന്നേരം മുതൽ അധ്വാനം തുടങ്ങുക. പിന്നെ മക്കളെ എല്ലാം നോക്കി അവസാനം കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങളെല്ലാം കിടക്കും. അപ്പം നീ പിന്നെയും എഴുന്നേറ്റിരുന്ന് വായിച്ചു, പഠിച്ചു. IELTS ഇവിടെ വന്ന് എഴുതി, നല്ല സ്കോർ മേടിച്ചു. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. നീ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ജോലി ചെയ്ത് പണം സമ്പാദിച്ച് അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്കെടുത്ത് വീട്ടുപകരണങ്ങളെല്ലാം വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി. എന്നിട്ട് എന്നെയും ചെറുക്കന്മാരെ 2 പേരെയും സ്പോൺസർ ചെയ്ത് ഞങ്ങളിവിടെ വന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ മക്കൾക്ക് ഒരുത്തൻ MIT മാസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ, ഒരാൾ CIT കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും 2 പേരും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരി ദൈവദാസന്മാരെ വടക്കേ ഇന്ത്യയിലും ഇന്ത്യയുടെ പല ഭാഗത്തും സഹായിക്കാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ അധ്വാനം അതിൻ്റെ പിന്നിൽ ഒത്തിരിയുണ്ട്. എനിക്ക് നിന്നോട് വളരെ നന്ദിയുണ്ട്. അപ്പം മക്കളിത് കേട്ടുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് നന്ദിയുണ്ട്. വി ആർ വെരി താങ്ക്ഫുൾ ടു യു. ഞങ്ങൾക്ക് നിന്നോട് വളരെ നന്ദിയുണ്ട്. മക്കൾ പറഞ്ഞു, മോം, വി ആർ റിയലി താങ്ക്ഫുൾ ടു യു. യു ഡിഡ് എ ലോട്ട് ഫോർ ദി ഫാമിലി. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അമ്മ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മ ഒത്തിരി ത്യാഗപൂർണ്ണമായി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്നും അമ്മയോട് നന്ദിയുള്ളവരായിരിക്കും എന്ന് പറയുമ്പം എൻ്റെ ഭാര്യ അടുപ്പത്ത് ഇളക്കിക്കൊണ്ടിരുന്ന വേഗം സ്റ്റൗ ഓഫ് ചെയ്തു, വിളക്ക് നിർത്തി, മുഖം വാടി താഴോട്ട് കുനിഞ്ഞ് നിൽക്കുക. ഞാൻ നന്ദിയുണ്ടെന്ന് പറഞ്ഞത്. മോം, വാട്ട് ഹാപ്പൻഡ്? വൈ ആർ യു സ്റ്റൂപ്പിങ്? എന്തോ പറ്റിയ? പിള്ളേർ ചോദിച്ചു. ഏതാണ്ട് കരച്ചിലിൻ്റെ വക്കിലെത്തുന്നത് പോലെ. അപ്പോൾ ഞാൻ അടുത്ത് ചെന്ന് എൻ്റെ ഭാര്യയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹായ് ഹണി, ഐ ലവ് യു. പെട്ടെന്ന് എൻ്റെ തോളിലോട്ട് ചാരി
പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാറ്റ് ഈസ് വാട്ട് ഐ ഡിസയർ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം തോളിലോട്ട് ചാരി കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആർക്കു വേണം നന്ദി? സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴ് മക്കൾക്ക് രണ്ടുപേർക്കും അത് മനസ്സിലായി. ഓ മോം, യേസ്, നോട്ട് ഓൺലി ദാറ്റ് വി ആർ താങ്ക്ഫുൾ ടു യു, വി ഡു ലവ് യു. അവർ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അങ്ങ് ചുറ്റിപ്പിടിച്ചു. ഞങ്ങൾ 4 പേരും കൂടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. വി ഡു ലവ് യു, വി ഡു ലവ് യു, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവളുടെ ഹൃദയം അങ്ങ് കുളിരുകയായിരുന്നു. സന്തോഷിക്കാൻ, ഞങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച സൗരങ്ങളെ, അപ്പോൾ നന്ദിയും സ്നേഹവും തമ്മിലുള്ള ബന്ധം, നമ്മുടെ വ്യത്യാസങ്ങൾക്ക് മനസ്സിലായതിന് വിശ്വസിക്കട്ടെ. സ്തോത്രം. ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്നാൽ പോരാ, നാം ദൈവത്തെ സ്നേഹിക്കണം. നമ്മളെ ദൈവത്തിന് യാഗമായി കൊടുക്കണം. പ്രിയപ്പെട്ട, അതുകൊണ്ടാണ് മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പ്രൊസ്കിനിയോ എന്നോ ലട്രിയ എന്നോ ഉള്ള 2 പദങ്ങൾ, ആരാധന എന്ന അർത്ഥത്തിൽ മൂലകത്തിൽ ഉപയോഗിച്ച 2 പദങ്ങളിൽ ഒന്നുപോലും ദൂതന്മാരെ പരാമർശിച്ചുകൊണ്ട് തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അവർ ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമ്മളിങ്ങനെ പറയും, ദൂതന്മാരുടെ ആരാധനാമൂർത്തി എന്നൊക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ദൂതന്മാർ ആരാധിക്കും. നമുക്കൊരു പാട്ടുണ്ടായിരുന്നു, സാറാഫുകൾ ആരാധിക്കും പരിശുദ്ധരെ. എൻ്റെ പൊന്നു സഹോദരൻ, സാറാഫുകൾ സ്തുതിക്കും പരിശുദ്ധരെ എന്നൊക്കെ ആരാധിക്കുന്നു എന്നുള്ള വാക്ക് അവിടെ പറയണ്ട. കാര്യം അവർക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നില്ല. സ്നേഹം നമുക്കുള്ള കുത്തകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ സ്നേഹത്തിന് നിർവചനം കാണുന്നതിൽ അവിടെ ശ്രദ്ധേയമായ ഒരു വസ്തുത, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, എല്ലാം പൊറുക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. ദോഷം കണക്കിടാത്ത ബന്ധമാണ് സ്നേഹം. ദോഷം കണക്കിടാത്ത ബന്ധം. ആ ബന്ധം മനുഷ്യനോട് മാത്രമേ ഉള്ളൂ. മാലാഖമാരോടില്ല. ദൂതപ്രമുഖനായിരുന്ന ലൂസിഫർ, അവനെ സൃഷ്ടിച്ച നാൾ മുതൽ അവനിൽ നീതികേട് കണ്ടതുവരെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അതിൻ്റെ അർത്ഥം അവൻ ചെയ്ത ആദ്യത്തെ തെറ്റ്, അതിൻ്റെ മുഴുവൻ ഗൗരവത്തിലും ദൈവം കണക്കിട്ട് അവനെ പുറന്തള്ളി, അവനോടുകൂടി അതിൽ പങ്കാളികളായവരെയും പുറന്തള്ളി അവർക്ക് വേണ്ടി നരകമൊരുക്കി. അവർക്ക് ഉദ്ധാരണത്തിന് ദൈവം ഒന്നും ചെയ്തില്ല. അവരെ വീണ്ടെടുക്കുവാൻ ഒന്നും ചെയ്തില്ല. അവരുടെ പാപത്തിന് മുഴുവൻ ഗൗരവത്തിൽ കണക്കിട്ടെങ്കിൽ ആദം പാപം ചെയ്തപ്പോൾ ആ പാപത്തിന് പരിഹാരത്തിനായി കാൽവറിയിലെ യാഗമൊരുക്കി. നമ്മുടെ ദോഷം കണക്കിടാതെ, ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ക്രിസ്തുവിൽ മനുഷ്യവർഗത്തെ തന്നോട് നിരപ്പിച്ചു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. അതേ സ്തോത്രം. ആ നിരപ്പിൻ്റെ ശുശ്രൂഷ, മാലാഖമാർക്ക് നിരപ്പിൻ്റെ ശുശ്രൂഷ ലഭിച്ചില്ല. ദൈവം അവരെ സ്നേഹിക്കുന്നില്ല. അതാണ് നമ്മൾ ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. സ്തോത്രം. ഇതാ സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെ നിന്റെ ദൈവമായ യഹോവയ്ക്കുള്ളതാകുന്നു. എന്നാൽ നിൻ്റെ പിതാക്കന്മാരോട് മാത്രം യഹോവയ്ക്ക് പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. സ്വർഗവും സ്വർഗാതിസ്വർഗവും ഭൂമിയും അതിലുള്ളതൊക്കെയും, എവ്രിതിങ്, ദ ഹോൾ യൂണിവേഴ്സ് ബിലോങ്സ് ടു ദ ലോർഡ്. ഇതെല്ലാം നിൻ്റെ ദൈവത്തിൻ്റെ വകയാണ്. എന്നാൽ സ്തോത്രം, അവയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ്റെ വല്ലഭത്വത്തിൻ്റെ അടയാളമായി, പ്രതീകമായി അവയെല്ലാം നിലനിൽക്കുന്നു. സ്തോത്രം. എന്നാൽ സ്നേഹം നിൻ്റെ പിതാക്കന്മാരോട് മാത്രം, നിങ്ങളോട് മാത്രം, മനുഷ്യനോട് മാത്രം സ്തോത്രം പ്രീതി തോന്നി അവരെ സ്നേഹിച്ചു. ദോഷം കണക്കിടാത്ത ബന്ധം തൻ്റെ മക്കളോടാണ്, മനുഷ്യവർഗത്തോടാണ് ദൈവത്തിനുള്ളത്. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ ആത്മീയ ആരാധനയ്ക്ക് പദവിയുള്ളൂ. സ്തോത്രം. സൃഷ്ടിയല്ല അവനെ സ്തുതിക്കട്ടെ, നമ്മൾ സ്തുതിക്കുന്നതിൽ നിൽക്കരുത്. ഒന്നും കൂടി അകത്തോട്ട് ചെന്ന് നമ്മളെ തന്നെ സ്നേഹം കൊണ്ട് അവൻ്റെ അവിടുത്തെ മഹത്വത്തിലുള്ള യാഗമായി പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. അതാണ് ആരാധന. ഇനി മാലാഖമാർ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതിന് ചിലരൊക്കെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ രംഗം ചൂണ്ടിക്കാണിക്കാറുണ്ട്. സ്വർഗത്തിലെ ആരാധന എന്നൊക്കെ നമ്മളതിനെക്കുറിച്ച് പറയാറുണ്ട്. എൻ്റെ പൊന്നു സൗരങ്ങളെ, സമയം കടന്നു പോകുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ മുതിരുന്നില്ല. കർത്താവിന് പിന്നെ വിശദീകരിച്ചു തരാം. ദൂതന്മാർ അവിടെ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ആരാധിക്കുന്നു നമുക്കവിടെ പറയുവാൻ കഴിയില്ല. അവർ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ കീർത്തിക്കുന്നു. അവർ ദൈവത്തോട് ഡയറക്റ്റ് ഒരു ബന്ധം അവിടെ ഇല്ല. സ്തോത്രം. ജീവൻ എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണൽ റിലേഷൻഷിപ്പാണ്. അതാണ് ശമര്യക്കാരത്തെ സ്ത്രീയോട് കർത്താവ് പറഞ്ഞപ്പോൾ യോഹന്നാൻ 4:22 നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കും, ഞങ്ങളോ അറിയുന്നവനെ നമസ്കരിക്കുന്നു. ദൈവത്തെ അറിയാൻ നമ്മൾ ഗലാത്യലേഖനത്തിൽ വായിക്കുമ്പോൾ ഇപ്പോഴോ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ, സ്തോത്രം, നോക്കണേ, ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ, പൂർണ്ണമായുള്ള നോക്കിയേ, ഗലാത്യർ 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ. സ്തോത്രം. നമ്മൾ ദൈവത്തെ അറിയുകയും ദൈവം നമ്മളായിരിക്കുന്ന പോലെ അറിയുകയും, അല്ലെങ്കിലും എല്ലാവരെയും ദൈവം അറിയുന്നുണ്ടെങ്കിലും ദൈവം നമ്മെ അറിയുന്നു എന്നുള്ള ആ തിരിച്ചറിവോടുകൂടി ആ മ്യൂച്വൽ അന്യോന്യമുള്ള പരസ്പരമുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ കൂട്ടായ്മയുടെ ഊഷ്മളതയിൽ ദൈവത്തോട് സ്തോത്രം ചേർന്നിരിക്കുന്ന അനുഭവം, അത് നമുക്കാണ് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ ആരാധന, സ്തോത്രം, ആരാധനയും സ്തുതിയും സ്തോത്രവും നമ്മുടെ ബന്ധം നിങ്ങൾക്ക് വ്യക്തമായി ഞാൻ ചിന്തിക്കട്ടെ, ഞാൻ വിശ്വസിക്കട്ടെ. അതേ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. അവൻ്റെ ആരാധകരായി, അവൻ്റെ മഹത്വത്തിനായി നമ്മയൊക്കെയും ദൈവം, സ്തോത്രം, അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സ്തോത്രം. അതാണ് പ്രൊസ്ക്യുനിയോ എന്ന വാക്ക്. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുനി എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം നായി എന്നാണ്. പ്രൊസ്ക്യുനിയോ എന്ന് പറഞ്ഞാൽ നായി കിടക്കുന്ന പോലെ കിടക്കുന്ന, സാഷ്ടാംഗം പ്രണമിക്കുക, നമസ്കരിക്കുക എന്നാണ് ആ വാക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. സത്യനമസ്കാരിൽ പിതാവിനെ നമസ്കരിക്കുന്ന നാഴിക എന്ന് യോഹന്നാൻ 4 പറഞ്ഞിരിക്കുന്ന ആ ഭാഗമൊക്കെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പ്രൊസ്ക്യുനിയോ എന്നാണ്. പ്രൊസ്ക്യുനിയോ, ഞാൻ പറഞ്ഞില്ല, കുനി എന്ന് പറഞ്ഞാൽ നായി എന്നാണ് അർത്ഥം. നായി ചിലപ്പം അലസതയോടുകൂടി പള്ള ഭൂമിയിലോട്ട് വെച്ച് രണ്ട് കൈ നിവർത്തി തലയൊക്കെ താത്തി വെച്ച് നായി ഇങ്ങനെ കിടക്കും. ചിലപ്പോൾ അത് അലസതയോടെ കിടക്കുന്ന കിടപ്പാണ്. എന്നാൽ സ്തോത്രം, എപ്പോഴും നായ അങ്ങനെ കിടക്കുകയില്ല. നായ ചിലപ്പോൾ അറിയാമല്ലോ, യജമാനൻ്റെ അടുത്ത് യജമാൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി വന്ന് ചിലപ്പോൾ നായ് തൻ്റെ കൈ രണ്ടും മുമ്പോട്ട് നീട്ടി വെച്ച കയ്യിലോട്ട് തല ഇങ്ങനെ താഴ്ത്തി വെച്ച് യജമാനെ കാണാവുന്ന ആ ഒരു യജമാൻ്റെ കണ്ണ് കാണാവുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് കാലിങ്ങനെ മടക്കി ചുരുട്ടി വെച്ചിരിക്കുക. ഇങ്ങനെ ആ വയറിൻ്റെ അടിഭാഗം തറയിൽ തൊടുവിച്ച് കാലും മടക്കി കൈ നീട്ടി വെച്ച കൈയിലിട്ട് തലയും താഴ്ത്തി വെച്ച് ഇങ്ങനെ യജമാനെ നോക്കിക്കൊണ്ട് കിടക്കുന്നൊരു കിടപ്പുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്തോത്രം, നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുക, അടുത്ത പേജിലോട്ട് തിരിയുമ്പോൾ പെട്ടെന്ന് തലയെടുത്ത് നോക്കും. എന്ത് വേണം എന്നുള്ള മട്ടിൽ വാല് വാട്ടിക്കൊണ്ട്, പ്രഭോ എന്തു വേണം, സാഷ്ടാംഗം പ്രണമിക്കുന്ന ആ കിടക്കുന്ന കിടപ്പ്. സ്തോത്രം. ഹല്ലേലൂയ. ദിവസം പ്രതി അവൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും അവൻ്റെ വാതിൽ കട്ടൽ കാത്തുകൊണ്ട് അവൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ തങ്ങളെ തന്നെ ദൈവത്തിനായി സമ്പൂർണ്ണ യാഗമായി സമർപ്പിച്ച ആ സമർപ്പിത ജീവിതമായ ആരാധനയ്ക്കായി, സ്തോത്രം, ഹല്ലേലൂയ, അവൻ്റെ തൂമുഖത്തേക്ക് നോക്കി സ്നേഹബന്ധത്തോടെ അവനായി ജീവിക്കുന്ന ആ ജീവിതം കർത്താവ് നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, അങ്ങയോടുള്ള ഊഷ്മളവും ഹൃദ്യവും സജീവമായ സ്നേഹക്കൂട്ടായ്മ ബന്ധത്തിനായി അങ്ങനെ ഞങ്ങളെ, സ്തോത്രം, വിലയ്ക്ക് വാങ്ങി മക്കളാക്കി ആ പദവി തന്നതിനാൽ സ്തോത്രം. തിരുമേനിയെ സ്നേഹിപ്പാനും കലവറയില്ലാതെ അങ്ങേ സ്നേഹിച്ച്, കലവറയില്ലാതെ ഞങ്ങളെത്ര അങ്ങേക്കായി സമർപ്പിച്ച്, ദേഹവും ദേഹിയും ആത്മാവും അങ്ങയുടെ മഹത്വത്തിനായി ഏൽപ്പിച്ചെന്ന് ജീവിപ്പാൻ ഞങ്ങൾ കൃപ നൽകണം. സത്യാരാധകരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ, ആമേൻ.